കോൺഗ്രസ് അതിശക്തമായിട്ട് ജയശങ്കറിന് നേരെ തിരിയുന്നുണ്ട്. പക്ഷേ ആ കോൺഗ്രസ് ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് രാഹുലിൻ്റെ കുടുംബമുണ്ടല്ലോ, എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ദേശവിരുദ്ധ കാര്യങ്ങളിൽ തന്നെ പോയിട്ടുള്ളവരല്ലേ? ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ രാഹുലിൻ്റെ ഇപ്പോഴത്തെ സംസാരം, ഇടപെടലുകൾ ഒക്കെ പ്രകോപനപരമാണ്. ചില കാര്യങ്ങളൊക്കെ ചരിത്രം മറക്കാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഭാരതത്തിന് വേണ്ടി നിരവധി സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉള്ള സാഹചര്യത്തിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ പോകട്ടെ, അല്ല ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ആരായാലും അവർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ വിചാരിക്കും പോട്ടെ, സാരമില്ല, അത് മനുഷ്യ സഹജമാണ് എന്ന് വിചാരിച്ച് നമ്മൾ വിടും. പക്ഷേ രാഹുൽ ഗാന്ധി ചെയ്യുന്ന അതല്ല. ദിവസവും ആരെയെങ്കിലും കൊണ്ട് 10 വർത്തമാനം പറയിപ്പിക്കും. നെഹ്റുവിനെയോ ഇന്ദിരയെയോ രാജീവിനെയോ പറയിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഉറക്കം വരില്ല. അങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കി. 1931 ഫെബ്രുവരി 27 ചന്ദ്രശേഖർ ആസാദ് ആനന്ദ് ഭവനിൽ ചെന്നു. അലഹബാദിൽ, ഇപ്പോഴത്തെ പ്രയാഗ്, ആനന്ദ് ഭവനിൽ ചെന്നു. ജവഹർലാൽ നെഹ്റുവിനെ കണ്ടു. ഭഗത് സിംഗിൻ്റെയും രാജ്ഗുരുവിൻ്റെയും അവർ 3 പേരുടെയും ആ കേസിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി, അവരെ തൂക്കുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു. അവർക്ക് വേണ്ടി കരുതിയിരുന്ന, ആ ആവശ്യത്തിന് വേണ്ടി കരുതിയിരുന്ന പണം അത് നെഹ്റുവിനെ ഏൽപ്പിക്കുന്നു, ഇടപെടാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പം ഭഗത് സിംഗ് പാർക്ക് എന്ന് പറയുന്ന പണ്ട് സെൻറ്റ് ആൽഫ്രഡ് അങ്ങനെ എന്തോ വരാൻ അവിടേക്ക് പോകുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ പാർക്കിലെത്തി HSRA, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമിയുടെ പ്രവർത്തകരുമായി സംസാരിക്കാൻ വേണ്ടി പോയതാണ്. 80ഓളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളം, ബ്രിട്ടീഷ് പോലീസ് പട്ടാളം, ഇവരുടെ സായുധ സംഘം വളഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. ആസാദ്, ചന്ദ്രശേഖർ ആസാദ് എന്നാണ് എൻ്റെ പേര്, ഞാൻ ഒരിക്കലും ബ്രിട്ടീഷുകാരൻ്റെ തോക്കുകൊണ്ട് മരിക്കത്തില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്ന ആസാദ് ഒരു വെടിയുണ്ട ബാക്കിയുള്ള വരെ പൊരുതി നിന്നു. അവസാനത്തെ ഒരു വെടിയുണ്ട ബാക്കി വന്നപ്പം അതുകൊണ്ട് സ്വന്തം ജീവനെടുത്ത് രക്തസാക്ഷിയായി ഭാരതത്തിന് വേണ്ടി. ആ ബലിദാനിയായ ചന്ദ്രശേഖരനെ ആ പാർക്കിലുണ്ടെന്നുള്ള വിവരം പറഞ്ഞു കൊടുത്തത് ജവഹർലാൽ നെഹ്റു ആണെന്നാണ്. അദ്ദേഹം നെഹ്റു ആണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അനന്തരം സുജിത് ആസാദ് എന്ന് പറയുന്ന ആൾ ലേഖനങ്ങൾ എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ആവശ്യപ്പെടുന്നത് കപൂർ കമ്മീഷൻ പോലെ, ഗാന്ധി മതത്തിലെ കപൂർ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിലെ ശരിതെറ്റുകൾ എന്തു ആവട്ടെ, സംശയം അവിടെ നിൽക്കുന്നു. ആളുകളത് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് ചന്ദ്രശേഖരുടെ രക്തസാക്ഷിത്വത്തിൽ നെഹ്റുവിന് പങ്കില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരു സംശയം ഞാൻ വേറൊന്നുകൂടെ പറയാം. ഈ ചന്ദ്രശേഖരെ കുറിച്ച് അറിയില്ലെന്നാണ് നെഹ്റു പിന്നീട് സന്ദർഭത്തിൽ പറഞ്ഞത്. അവിടെ ചെന്ന് കണ്ടതിന് രേഖയുണ്ട്. കൂടാതെ ചന്ദ്രശേഖർ മരിച്ചപ്പം ആ ശവസംസ്കാരത്തിന് കമല നെഹ്റു പോവുകയും ചെയ്തു. പക്ഷേ ആ ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ച് അറിയില്ലെന്ന് നെഹ്റുവിൻ്റെ പറഞ്ഞ വാർത്ത കണ്ടിട്ടുണ്ട്. അവിടെ ഒരു കാര്യം ആലോചിക്കണം. അന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര രംഗത്ത് കത്തി നിന്ന ഉജ്ജ്വല പ്രതിഭയായിരുന്ന ചന്ദ്രശേഖർ ആസാദിനെ അറിയാൻ വയ്യായിരുന്നെങ്കിൽ, അതും അലഹബാദുകാരൻ കൂടിയായ അദ്ദേഹത്തെ അറിയാൻ വയ്യെന്നുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ ആരെ അറിയാമായിരുന്നത്? ചോദ്യം വരാൻ പാടില്ലേ? നെഹ്റുവിനെ കുറിച്ച് തന്നെ വീണ്ടും പറയാം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്നും ദുരൂഹമാണ് അദ്ദേഹം ആ വിമാനാപകടത്തിൽ മരിച്ചോ ഇല്ല എന്നുള്ളത്. അന്ന് നെഹ്റുവിൻ്റെ കാലത്ത് സംശയം ഉണ്ടായിരുന്നു. നെഹ്റു പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പം ഒരിക്കലും എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടി, നേതാജി മരിച്ചിട്ടില്ല, സോവിയറ്റ് യൂണിയൻ്റെ ജയിലിലുണ്ടെന്ന്. അന്നൊരു കത്തയച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ജവഹർലാൽ നെഹ്റു. ആ കത്തിലെ, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് വെർബാറ്റിയുമല്ല, എങ്കിലും അർത്ഥം ഇങ്ങനെയായിരുന്നു: യുവർ വാർ ക്രിമിനൽ,
is understood to be under the custody of Soviet Union. Please do the needful. നിങ്ങളുടെ വാർ ക്രിമിനൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയാണ് പറഞ്ഞതെന്ന് ഓർക്കണം. നിങ്ങളുടെ വാർ ക്രിമിനലായ നേതാജി സുഭാഷ് ചന്ദ്രബോസ് സോവിയറ്റ് യൂണിയൻ്റെ കസ്റ്റഡിയിലുണ്ട് പോലും. നിങ്ങൾ വേണ്ടത് ചെയ്തോളാൻ. ഈ ഇൻഫർമേഷൻ കൊടുത്ത ജവഹർലാൽ നെഹ്റുവിന് അങ്ങനെ കൊടുക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അത് രാജ്യദ്രോഹമായിരുന്നില്ലേ? ഇനി നെഹ്റുവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പലതും ഉണ്ടെങ്കിലും അങ്ങോട്ട് പോകുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ കാര്യം 1974 രാഹുൽ ഗാന്ധി ഈ ശൈലിയിൽ സംസാരം തുടങ്ങിയ ശേഷം ആനന്ദ് രംഗനാഥൻ എന്ന് പറയുന്ന ഭാരതം അംഗീകരിക്കുന്ന ഒരു നിരീക്ഷകനാണ് ഇക്കാര്യം പുറത്തു കൊണ്ടുവന്നിപ്പം പെട്ടെന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. 1974 സുൽഫിക്കർ അലി ഭൂട്ടോ, പാക് പ്രധാനമന്ത്രിയായിരുന്ന ഭൂട്ടോയ്ക്ക് ഇന്ത്യയുടെ ആണവ ശാസ്ത്ര സാങ്കേതിക വിദ്യ, ആണവ രഹസ്യം കൈമാറാം എന്ന് ഇന്ദിരാഗാന്ധി കത്തയച്ചു. അത് രാജ്യദ്രോഹമായിരുന്നില്ലേ? ആലോചിച്ച് നോക്കൂ. ഇനി വേറൊന്നുകൂടെ പറയാം, അതും പ്രധാനം തന്നെയാണ്. 1966 ആ ലാൽ ബഹദൂർ ശാസ്ത്രിയെ സോവിയറ്റ് യൂണിയൻ നിർബന്ധത്തോടുകൂടി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് താഷ്കൻഡിൽ ചെന്ന് ആ ഉടമ്പടി ബലമായിട്ടും തന്നെ പറയാം ഒപ്പിടിച്ച ശേഷം ഒഴിവാക്കിയിട്ട് ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകുന്ന ഒരു അവസരം ചെയ്തു കൊടുത്തു. എന്നാൽ ശാസ്ത്രിജിയുടെ അമ്മ ഒരേ ഒരു കാര്യം പറഞ്ഞു, മെരം വെട്ടുകാക്കോ മാറിടാല, എൻ്റെ മകനെ കൊല്ലുകയായിരുന്നു. മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞപ്പം ഷർട്ട് ഊരിക്കഴിഞ്ഞപ്പം മകൻ്റെ ദേഹത്ത് കണ്ട പാട് കണ്ടിട്ട് ശാസ്ത്രിയുടെ അമ്മ പറഞ്ഞതാണ്, എൻ്റെ മകനെ കൊല്ലുകയായിരുന്നു. അവരന്വേഷണം ആവശ്യപ്പെട്ടു, ഇന്ദിര അന്വേഷിച്ചില്ല. അതിലെന്താ രഹസ്യം? അന്വേഷിച്ചാൽ ഇന്ദിരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്ത് രഹസ്യമായിരുന്നു ആ കാര്യത്തിലുണ്ടായിരുന്നത്? ഇനി ഒന്നും കൂടെ ഞാൻ പറയാം, അത് കമ്മ്യൂണിസ്റ്റുകാർക്കും താല്പര്യമുള്ള വിഷയമാണ്. 1959 കേരളത്തിൽ വിമോചന സമരം ഉണ്ടായി. ആ വിമോചന സമരത്തിൽ സർക്കാരിനെ പിരിച്ചുവിടുന്നതിനുള്ള ഉപദേശം കൊടുത്ത ഇന്ദിരാഗാന്ധിക്ക്, EMSന്റെ സർക്കാരിനെ പിരിച്ചുവിടുന്നതിന് ഉപദേശം കൊടുത്ത ഇന്ദിരാഗാന്ധിക്ക് അമേരിക്കയിൽ നിന്ന് പണം ലഭിച്ചിട്ടുണ്ടെന്നാണ് പാട്രിക് മൊയ്നിഹാൻ എന്ന് പറയുന്ന അമേരിക്കയിലെ അംബാസഡറായിരുന്നയാൾ പിന്നീട് തൻ്റെ പുസ്തകത്തിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ എന്തെല്ലാം കണക്കുകൾ കിടക്കുന്നു. സോണിയയുടെ വരവിന് ശേഷം രാജീവ് ഗാന്ധിയുടെ കാര്യം പറഞ്ഞാൽ ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ ബൊഫോഴ്സ് ആ തോക്ക് കച്ചവടത്തിൽ കൈക്കൂലി വാങ്ങിച്ചെന്നും ഭാരതത്തിൻ്റെ താല്പര്യത്തെ നിഗണിച്ചെന്നുള്ളല്ലേ അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യം വിളിച്ചത്, ഗലി ഗലി മേ ഷോറുകെ രാജീവ് ഗാന്ധി ചോറുകെ എന്ന്. കേരളത്തിലും വിളിച്ചതാ. തെരുവുകൾ തോറും ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു, രാജീവ് ഗാന്ധി കള്ളനാണ്. അതാണ് രാജീവ് ഗാന്ധിയുടെ ചരിത്രം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ചൈനയോടും പാകിസ്ഥാനോടും അമേരിക്കയോടും ബന്ധം പുലർത്തിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുകയും അതിലൊക്കെ പ്രധാനമായിട്ട് ഭാരതത്തിൻ്റെ പ്രതിരോധ സജ്ജീകരണങ്ങളിൽ പോലും വേണ്ട നടപടികളെടുക്കാതെ ശത്രുരാജ്യങ്ങളായ ചൈനയ്ക്കും പാകിസ്ഥാനും അനുകൂലമായ ഇടപെടലുകൾ, ചൈനയുമായിട്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് തന്നെ ഒരു കരാർ ഒപ്പിടിച്ചത്, അതിനനുകൂലമായിട്ട് നമ്മുടെ വിദേശ വ്യാപാരത്തിൽ വേണ്ട വിട്ടുവീഴ്ചകൾ ചൈനയ്ക്ക് ചെയ്തു കൊടുത്തത്, ഈ ചരിത്രമൊക്കെ ഭാരതം മറക്കുമോ? മാത്രമോ ഈ രാഹുൽ ഗാന്ധി തന്നെ, ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, ഈ രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ പല സന്ദർഭങ്ങളിലും ചൈന ദോഖലാമിലാണെങ്കിലും നമ്മുടെ ലഡാക്കിലാണെങ്കിലും ഒക്കെ ഭാരതത്തെ ആക്രമിച്ച സന്ദർഭങ്ങളിൽ രാഹുൽ എടുത്ത നിലപാടെന്തായിരുന്നു? ഏറ്റവും പ്രധാനമായി ഭാരതം മറക്കരുതാത്തൊരു സംഭവം കോവിഡ് ആരംഭിക്കുന്ന ജനുവരി മാസം, അതിനു മുമ്പ് കൊറിയയിൽ പോയി എന്തൊക്കെയോ വിവരങ്ങൾ കിട്ടിയതിൻ്റെ ഫലമായിട്ടായിരിക്കും രാഹുൽ ഗാന്ധി എന്ന് പാർലമെൻറ്റിൽ പറഞ്ഞു,
അന്ന് കോവിഡ് ഇത്ര വലിയ പ്രശ്നമാകുന്ന ആരും കരുതിയിട്ടില്ല. 6 മാസം കഴിഞ്ഞാൽ ഭാരതത്തിൽ സാമ്പത്തിക പ്രശ്നമുണ്ടാകും, തൊഴിലില്ലായ്മയുണ്ടാകും, ചെറുപ്പക്കാർ മോദിയുടെ പുറത്തടിക്കുമെന്ന് പറഞ്ഞു. അന്ന് മോദി പറഞ്ഞു, ഞാൻ ഗായത്രി മന്ത്രം ആവർത്തിച്ച് ചൊല്ലി ഈ 6 മാസം കൊണ്ട് എൻ്റെ പുറത്തിന് കരുത്ത് കൂട്ടിക്കൊള്ളാം. അങ്ങനെ രാജ്യദ്രോഹത്തിൻ്റെ ചരിത്രം അന്നും ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ തന്നെ രണതന്ത്ര പ്രധാനമായ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തിട്ട് അത് ശത്രുവിന് എത്തിക്കുന്നതിനുള്ള വഴി നോക്കുന്നു. ആ രാഹുലാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തിളങ്ങുന്ന ഒരു വിദേശകാര്യമന്ത്രിയായി രേഖപ്പെടുത്താൻ പോകുന്ന പ്രതിഭാധനനായ, പ്രഗത്ഭനായ, ലോകം അംഗീകരിക്കുന്ന നയതന്ത്ര വിദഗ്ധനായ എസ് ജയശങ്കറിനെതിരെ വിരൽ ചൂണ്ടുന്നത്. അത് ആത്മഹത്യാപരമായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.